അറിയിക്കുന്നു. കോട്ടയത്തായിരുന്ന രഞ്ജിത്ത് ഇത്തരത്തിലൊരു പരാതി വരുന്നു, യുവതിയുടെ രഹസ്യം രേഖപ്പെടുത്തി നടക്കുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ സംശയിക്കണം. കാരണം പരാതി അത് കനപ്പിച്ച് വരുന്നു എന്ന മട്ടിൽ വന്നപ്പോഴാണ് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് രഞ്ജിത്ത് മുങ്ങിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇടുക്കിയിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് വരുന്ന വഴി ഇടുക്കിയിലെ ഏതെങ്കിലും ഒരു ഹൈഡൌട്ടിലേക്ക് നീങ്ങുന്നതിനിടെ കാർ തടഞ്ഞുകൊണ്ട് അതിനാടകമായി തന്നെയാണ് പോലീസ് ഇപ്പോൾ രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൊടുപുഴ സ്റ്റേഷനിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിലേക്ക് നീങ്ങുന്നു. രാഹുൽ, അതിവേഗത്തിലുള്ള നടപടി, രഞ്ജിത്തിനെ കാർ തടഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കൊച്ചി പോലീസ് അവിടെ എത്തി. ഈ പറഞ്ഞ രഞ്ജിത്തുമായി കൊച്ചിയിലേക്ക് പോലീസ് പുറപ്പെട്ടു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമെന്നല്ല മനസ്സിലാക്കേണ്ടത്. ആരൊക്കെയായിരുന്നു രഞ്ജിത്തിനോടൊപ്പം കാറിലുണ്ടായിരുന്നത്? എന്തിനാണ് രഞ്ജിത്ത് അവിടെ എത്തിയത്? പരാതി വന്നു എന്നറിഞ്ഞതിന് ശേഷമുള്ള ഒരു ഹൈഡൌട്ടായാണോ തൊടുപുഴ കേന്ദ്രീകരിച്ചിരുന്നത്? സുഹൈൽ, അതിവേഗ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പഴുത് പോലും വീഴ്ച സംഭവിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് പോലീസിനെതിരെ ഒരു പഴി കേൾക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരം ഒരു കേസിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്തിനെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കൊച്ചി പോലീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു. കൊച്ചി പോലീസ് എത്തി ഇവിടെ വന്ന് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് രഞ്ജിത്തിനെയും കൂട്ടി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. കൊച്ചിയിൽ ഇടുക്കിയിലേക്ക് എത്തിയത് ഏത് വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയത്തായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം. അതായത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന, അതായത് ഈ കേസിന്റെ പശ്ചാത്തലമായിട്ടുള്ള സിനിമയുണ്ട്. അതായത് എറണാകുളത്ത് ഈ രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ യുവനടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ പീഡന ശ്രമം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ കോട്ടയത്ത് വെച്ചായിരുന്നു. ആ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നുള്ള വിവരം രഞ്ജിത്തിന് ലഭ്യമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സിനിമയിലെ പ്രധാന നടൻ മാരിൽ ഒരാളായിട്ടുള്ള ബോബി കുര്യന്റെ വാഹനത്തിൽ KL 06LE 8000 എന്ന വാഹന നമ്പറിൽ ഉള്ള വാഹനത്തിൽ തൊടുപുഴ വഴി ഇടുക്കി കട്ടപ്പനയിലേക്ക് കടക്കുകയായിരുന്നു രഞ്ജിത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ എറണാകുളം സെൻട്രൽ പോലീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. രഞ്ജിത്ത് ഇത്തരത്തിലൊരു പീഡന കേസിൽ പ്രതിയാണ്, ഇടുക്കി ജില്ലയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, കൃത്യമായിട്ടുള്ള നിർദ്ദേശം മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്ക് നൽകണം എന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി കൃത്യമായിട്ടുള്ള നിർദ്ദേശം തൊടുപുഴ പോലീസിന് കൈമാറി. കാരണം ഇടുക്കി ജില്ലയുടെ അതിർത്തിയാണ്, ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തൊടുപുഴ വഴിയാണ് എങ്കിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധി മറികടന്നുകൊണ്ടല്ലാതെ പോകാൻ കഴിയില്ല. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക സംഘം ഇവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കിടന്ന ഉടൻ തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചു. മുട്ടത്തെത്തിയപ്പോൾ അവരെ തടഞ്ഞു നിർത്തി, അവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ബോബി കുര്യനെയും മറ്റ് 2 പേരെയും ചേർത്ത് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് തൊടുപുഴ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും നിലവിൽ തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ച അവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രഞ്ജിത്ത് പ്രതിയായിട്ടുള്ള പീഡന കേസിൽ പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ ഇപ്പോൾ എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പോലീസിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണമില്ല, തൊടുപുഴ പോലീസിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരണമില്ല എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ എറണാകുളം സെൻട്രൽ പോലീസ് ആയിരിക്കും പറയുക. അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് അവർ സമ്മതിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകാനില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലാണ് നിലവിൽ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇലക്ഷൻ പ്രോട്ടോകോൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ ഏതെങ്കിലും ആളുകളുടെ ഇടപെടലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ റെക്കമെൻഡേഷനോ ഉണ്ടെങ്കിൽ ആ കേസിൽ നിന്ന് ഊരിപ്പോരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പറഞ്ഞതിന്റെ പ്രകാരം ആ കേസ് പിന്നോട്ട് വലിക്കാനോ ഒന്നും സാധിക്കില്ല. ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലാണ് എങ്കിൽ ആ കേസിൽ അടുത്ത നടപടി എന്ന് പറയുന്ന അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ആണ് എങ്കിൽ അറസ്റ്റ് ചെയ്യുക, പിന്നീട് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുക. 12 മണിക്കൂർ കാലതാമസമൊന്നും 24 മണിക്കൂർ കാലതാമസമൊന്നും നിലവിലത്തെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രതിക്ക് ലഭ്യമാകാൻ സാധ്യതയില്ല. ഉടനടി അറസ്റ്റ്, ഉടനടി കോടതിയിൽ ഹാജരാക്കുക. റിമാൻഡ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് എങ്കിൽ അതിന് റിമാൻഡ് ഉറപ്പായി ലഭ്യമാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. നിലവിൽ എന്തായാലും രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. നിലവിൽ എന്തായാലും കൊച്ചിയിലേക്ക് എത്തുമ്പോൾ 1:30 കഴിയും. പുലർച്ചെ 1:30 ആകുമ്പോൾ മാത്രമായിരിക്കും
കൊച്ചിയിലെത്തുക. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഒരുപക്ഷെ സാധ്യമായില്ല എങ്കിൽ നാളെ ആയിരിക്കാം രഞ്ജിത്തിനെ കോടതിയിൽ ഹാജരാക്കുക. ഡയറക്റ്റ് കോടതിയിൽ തന്നെ ആയിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ്, CJM കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.